പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയൊരു കായിക വിശേഷത്തിലേക്ക് പോകാം. കേരള ക്രിക്കറ്റ് ലീഗിന് ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത്. സഞ്ജു സാംസൺ അടക്കം കേരളത്തിലെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുക്കുന്ന ലീഗ് ഈ മാസം 21-ന് ആരംഭിക്കും. അർജുൻ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വലിയൊരു ക്രിക്കറ്റ് ആവേശത്തിന് കാത്തിരിക്കുകയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കേരള ക്രിക്കറ്റ് ലീഗ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളൊക്കെ അണിനിരക്കുന്ന ക്രിക്കറ്റ് ലീഗ് ആഗസ്റ്റ് 21 തൊട്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടങ്ങുക. അതിൻ്റെ ഒന്നാം പാദത്തിലെ മത്സരങ്ങൾ അല്ലെങ്കിൽ ഒന്നാം സീസൺ വലിയ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. രണ്ടാം സീസൺ അതിലും വലിയ വിജയകരമാകുകയും ആവേശകരമാക്കാനുമുള്ള ശ്രമത്തിലാണ് KCA ഉള്ളത്. അതിൻ്റെ അവസാനവട്ട മിനുക്കുപണികളാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഫ്ലഡ് ലൈറ്റുകൾ, LED ഫ്ലഡ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ച് കഴിഞ്ഞു. വലിയ പ്രകാശം, മറ്റ് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടിയും പ്രകാശം ഉണ്ടാകുമെന്നുള്ളതാണ് KCA അറിയിച്ചിട്ടുള്ളത്. 50,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളാണ് അത് ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട്. അത്തവണ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ റൺ ഒഴുകും എന്നാണ് പിച്ച് ക്യൂറേറ്ററായിട്ടുള്ള ബൈജു നമ്മളോട് പറഞ്ഞത്. ഒരുപാട് മത്സരങ്ങൾ വരാനിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മൊത്തത്തിൽ റെഡി ആയിട്ട് കഴിഞ്ഞാൽ? മൊത്തത്തിൽ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ഒരു കളി എന്ന് പറയുന്നത് KCL ആണ്. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് ഉണ്ടെന്ന് ICC അനൗൺസ് ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് രഞ്ജി ട്രോഫി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മാച്ചുണ്ട്. അപ്പം തിരക്കിട്ട ഒരു ഷെഡ്യൂളാണ് ഇവിടെ നമ്മളുടെ ഗ്രൗണ്ടിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന നിലയിലേക്ക് മാറുകയാണ് കാര്യവട്ടം. കാര്യവട്ടം ഫസ്റ്റ് കളി തൊട്ടേ ഇൻ്റർനാഷണൽ ലെവലിലായി. കാരണം ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച് അറിയാമല്ലോ, മഴ പെയ്തിട്ട് കൂടി ഒരു 8 ഓവർ മാച്ച് നമ്മൾ കളിപ്പിച്ചു. അപ്പോൾ അന്ന് തൊട്ടേ ഫസ്റ്റ് കളി തൊട്ടേ നല്ലൊരു ലെവലിലായി നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. പ്രത്യേകിച്ച് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് വേൾഡ് ടോപ്പ് ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ 2020 ഇത് 1 ഡേ മാച്ചാണ് നമ്മുടെ ലക്ഷ്യം. അത് നല്ല രീതിയിൽ നല്ല റൺസ് ഒഴുകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റൺസ് ഒഴുകണം പ്രതീക്ഷയല്ല. റൺസ് ഒഴുകിയാലേ കളി കാണാൻ രസമുള്ളൂ. അങ്ങനെ പിച്ചിൻ്റെ അവസാനവട്ട മിനുക്കുപണികൾ, ഗ്രൗണ്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി മുഖമിനുക്കി സുന്ദരമായി നിൽക്കുകയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി വെള്ളിയാഴ്ച സഞ്ജു സാംസണും സച്ചിൻ ബേബിയും നായകന്മാരാകുന്ന നേതൃത്വം വഹിക്കുന്ന സൗഹൃദ മത്സരം കൂടി നടക്കുന്നുണ്ട്. അതായത് കേരള ക്രിക്കറ്റ് ലീഗിന് മുൻപ് തന്നെ വെള്ളിയാഴ്ച തൊട്ട് ആവേശം തുടങ്ങും. അന്ന് ആരാധകർക്ക്, കളിപ്രേമികൾക്ക് സൗജന്യമായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ കഴിയും. അന്ന് തൊട്ട് ആവേശം തുടങ്ങുകയാണ്. അതിനുശേഷം 21-ാം തീയതി തൊട്ട് വലിയ ആവേശത്തിലേക്ക് കേരളത്തിലെ ആരാധകർ പോകും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സജ്ജമാക്കി കഴിഞ്ഞു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാത്തിരിപ്പാണ്. എന്തായിരിക്കും ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആവേശം, ആരായിരിക്കും വിജയം എന്നൊക്കെ അറിയാൻ ഇനി കാത്തിരിക്കാം. വലിയ ആവേശത്തിലേക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കടക്കുകയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് രതീഷ് കട്ടേലൊക്കൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.